വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരുന്ന കുറ്റവാളിയെ കഴുമരത്തിന്റെ തട്ടിൽ കയറ്റി നിർത്തി. കുരുക്കിട്ട കയർ കഴുത്തിൽ ഇടുന്നതിനു മുൻപ് ആരാച്ചാർ ഒരു കറുത്ത മുഖാവരണം അണിയിക്കാനായി കുറ്റവാളിയുടെ അടുത്തേക്ക് ചെന്നു. അപ്പോൾ തികച്ചും അപ്രതീക്ഷിതമായി ഒന്ന് സംഭവിച്ചു. അതാകട്ടെ അവിടെ സന്നിഹിതരായിരുന്ന ജയിൽ ഉദ്യോഗസ്ഥരെയും പോലീസ് മേധാവികളെയും ഡോക്ടറെയും ഒക്കെ ഞെട്ടിച്ചു കളഞ്ഞു. അതെന്തായിരുന്നുവെന്നോ, ആ കുറ്റവാളി ആരാച്ചാരുടെ മുഖത്തേക്ക് ഒന്ന് കാർക്കിച്ചു തുപ്പി. എന്നിട്ട് പരമപുച്ഛത്തോടെ പറഞ്ഞു, വേഗമാകട്ടടാ തന്തയ്ക്ക് പിറക്കാത്തവനെ, നീ ഇങ്ങനെയൊക്കെ കാണിച്ച് കറങ്ങുന്ന നേരം കൊണ്ട് ഞാൻ 10 പേരെ കൊന്നു കഴിഞ്ഞേനെ. അതെ, അതായിരുന്നു കാൾ പാൻസ്രാം. 1891 ജൂൺ 28-നും 1930 സെപ്റ്റംബർ 5-നും ഇടയിലെ 20 വർഷങ്ങൾക്കുള്ളിൽ അമേരിക്കൻ ജനതയെ ആകെ ഭയചകിതരാക്കി മുൾമുനയിൽ നിർത്തി അവരുടെ ഉറക്കം കെടുത്തിയ ഭീകരൻ, കൊടും കുറ്റവാളി, കൊള്ളയും കൊലയും ബലാത്കാരവും ശീലമാക്കിയവൻ, അയാളുടെ തന്നെ കണക്കനുസരിച്ച് 21 പേരെ കൊല ചെയ്തിട്ടുള്ളവൻ, 1000 ഭവനങ്ങളിൽ കയറി മോഷണം നടത്തിയവൻ, യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ മിനസോട്ടയിലെ ഈസ്റ്റ് ഗ്രാൻഡ് ഫോക്സിൽ 1872 ജൂൺ 28-ന് ജനിച്ചു. പ്രഷ്യയിൽ നിന്നും കുടിയേറിപ്പാർത്ത ഫാം ഉടമകളായ ജൊഹാൻ ജോണിൻ്റെയും മാറ്റിൽഡ പാൻസ്രാമിൻ്റെയും മകനായിരുന്നു കാൾ. അവരുടെ 6 മക്കളിൽ ഒരുവൻ. ആദ്യ നാളുകളിൽ പാൻസ്രാം കുടുംബത്തിൻ്റെ സംരക്ഷണയിൽ വളർന്നു വന്നു. ബാലനായിരിക്കെ തന്നെ കാൾ പാൻസ്രാം മറ്റുള്ളവരിൽ നിന്നും തികച്ചും വ്യത്യസ്തനായിരുന്നു. 5-6 വയസ്സുള്ളപ്പോൾ അവൻ സാമാന്യം ഭംഗിയായി കള്ളം പറയാൻ ആരംഭിച്ചു. അതോടൊപ്പം സ്വല്പം മോഷണവും തുടങ്ങി. തരം താണ നിലയിലുള്ള ഒരുവനായി വളരാൻ ആഗ്രഹിച്ചിരുന്ന കാൾ 1899 മദ്യപിച്ചതിനും കുത്തൊഴിഞ്ഞ ജീവിതം നയിച്ചതിനും പോലീസിന്റെ പിടിയിലായി. കുട്ടികളുടെ കോടതി അവനെ പ്രവിശ്യയിലെ ജയിലിലേക്ക് അയച്ചു. പിന്നീട് വിട്ടയക്കപ്പെട്ടുവെങ്കിലും ജയിലിലെ ജീവിതം പാൻസ്രാമിനെ കൂടുതൽ മോശക്കാരനാക്കുകയാണ് ചെയ്തത്. 1903 അമിതമായി മദ്യപിച്ചതിന് പോലീസ് പിടികൂടി. പ്രവിശ്യ കോടതി അവനെ അത്യന്തം വഷളായവർക്കുള്ള ജയിലിലേക്ക് അയച്ചു. അധികം താമസിയാതെ പുറത്തു വരാൻ കഴിഞ്ഞ പാൻസ്രാം തൻ്റെ 11-ാം വയസ്സിൽ തൊട്ടടുത്തുണ്ടായിരുന്ന വീട്ടിൽ നിന്നും ആപ്പിളും കേക്കുകളും പണവും മറ്റും മോഷ്ടിച്ചതിന് പിടിയിലായി. അതേ തുടർന്ന് മാതാപിതാക്കൾ അവനെ മിനിസോട്ട സ്റ്റേറ്റ് ട്രെയിനിങ് സ്കൂളിലേക്ക് അയച്ചു. 1907 ഒക്ടോബർ 11-നായിരുന്നു അത്. അക്കാലത്ത് അവിടുത്തെ ജയിൽ വാർഡൻ വളരെ കർക്കശക്കാരനും കഠിനഹൃദയനും ക്രൂരനും കനിവിൻ്റെ കണിക പോലും ഇല്ലാത്ത ഒരുവനുമായിരുന്നു. കുട്ടികളാണെങ്കിലും അവരെയൊക്കെ അതിക്രൂരമായി ശിക്ഷിച്ചാൽ മാത്രമേ അവരൊക്കെ നന്നാവൂ എന്ന് ബലമായി വിശ്വസിച്ചിരുന്ന ഒരാൾ. നല്ല ചുട്ട അടിയും കനത്ത ശിക്ഷയും നൽകാൻ യാതൊരു മടിയും അയാൾ കാട്ടിയിരുന്നില്ല. കുട്ടികൾ മര്യാദക്കാരാകണമെങ്കിൽ അതേ പറ്റൂ അത്രേ. അതുകൊണ്ട് തന്നെ പാൻസ്രാമിനും കണക്കിന് കിട്ടി. വെറുതെ അടി കൊടുക്കുക മാത്രമല്ല, കുട്ടികളുടെ മനോവീര്യം തകർക്കും വിധം പലതരത്തിലുള്ള മറ്റു പീഡനങ്ങളും അവിടെ നടത്താറുണ്ടായിരുന്നു. ഇങ്ങനെ കുട്ടികളെ പീഡിപ്പിക്കാൻ തന്നെ അവിടെ ഒരു പ്രത്യേക മുറിയുണ്ടായിരുന്നു. അവർ അതിനെ പെയിന്റ് ഹൗസ് എന്നാണ് വിളിച്ചിരുന്നത്. അതിൻ്റെ ആന്തരികമായ അർത്ഥം ആ മുറിയിൽ കയറിയിട്ട് ഇറങ്ങുന്ന കുട്ടികളുടെ ശരീരത്തിൽ കാണപ്പെടുന്ന മുറിവുകളും ചോരപ്പാടുകളും മറ്റും പെയിന്റടിച്ചതുപോലെ ആയിരുന്നു എന്നതാണ്. ആ മുറിയിൽ കയറേണ്ടി വന്ന, പീഡനമേൽക്കേണ്ടി വന്ന പാൻസ്രാമിൻ്റെ മനസ്സിൽ അണയാത്ത പ്രതികാരാഗ്നി ജ്വലിച്ചു. അത് ഒടുവിൽ 1906 ജൂലൈ മാസം 7-ന് ആ കെട്ടിടം അഗ്നിക്കിരയാക്കുന്നതിൽ ചെന്നെത്തി. എന്നാൽ അത് ചെയ്തത് പാൻസ്രാം ആണെന്ന് ആരും സംശയിച്ചതേയില്ല. പിന്നീട് സ്വന്തം മാതാവിൻ്റെ പോക്കറ്റ് ബുക്കിൽ നിന്നും പണം മോഷ്ടിച്ചതിന് പിടിയിലായ പാൻസ്രാമിനെ റെഡ് വിങ് ട്രെയിനിങ് സ്കൂളിലേക്ക് അയച്ചു. അതിനോടകം കടുത്ത മദ്യപാനിയും തികഞ്ഞ മോഷ്ടാവുമായി മാറിക്കഴിഞ്ഞിരുന്ന പാൻസ്രാം അധികാരികൾക്ക് വല്ലാത്ത വെല്ലുവിളിയും തലവേദനയുമായി തീർന്നിരുന്നു. 1906 ജനുവരി 14-ന് തൻ്റെ 14-ാം വയസ്സിൽ പാൻസ്രാം വീട്ടിൽ നിന്നും പുറപ്പെട്ടു പോയി. ഏതാണ്ട് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അവൻ ഒരു ലുഥേറിയൻ പുരോഹിതനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു. അക്കാലത്ത് അവൻ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ഒരു തെരുവ് തെണ്ടിയായി മാറിയിരുന്നു. തീവണ്ടിയിൽ അലഞ്ഞു നടന്നിരുന്ന പാൻസ്രാം കൈകളിൽ ഒരു റിവോൾവറും കരുതാറുണ്ടായിരുന്നു. ഒരിക്കൽ അത്തരമൊരു യാത്രയിൽ തന്നെ ഒരു പറ്റം യാത്രക്കാർ പീഡിപ്പിക്കാൻ ശ്രമിച്ചുവെന്ന് അവൻ പറയുകയുണ്ടായി. തൻ്റെ 15-ാം വയസ്സിൽ മിനിസോട്ടയിലെ ഒരു പൊതു മദ്യശാലയിൽ കയറി മദ്യപിച്ച് മതോന്മത്തനായി അവൻ കലഹമുണ്ടാക്കി. യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ആർമിയിൽ പ്രവേശനം നേടാനും അക്കാലത്ത് പാൻസ്രാം ശ്രമിക്കുകയുണ്ടായി. എന്നാൽ താമസം വിന അവനെ പണാപഹരണത്തിന് പോലീസ് പിടികൂടി. തുടർന്ന് അവന് 1906 മുതൽ 1910 വരെ ലെവൻവർത്ത് സ്റ്റേറ്റ് ഡിസിപ്ലിനറി ജയിലിൽ കഴിയേണ്ടി വന്നു. അക്കാലത്തെ യുദ്ധകാര്യ സെക്രട്ടറി ആയിരുന്ന
വില്യം ഹൊവാർഡ് ടഫ്റ്റ് ആയിരുന്നു അവൻ്റെ ജയിൽ ശിക്ഷയിൽ ഒപ്പുവെച്ചത്. ലെവൻവർത്ത് ജയിലിലെ തടവുകാരനായതോടെ അവനിൽ അവശേഷിച്ചിരുന്ന നന്മ കൂടി തകർന്നടിഞ്ഞുവെന്ന് പിൽക്കാലത്ത് പാൻസ്രാം തന്നെ പറയുകയുണ്ടായി. ജയിലിൽ നിന്നും പുറത്തു വന്ന അവൻ തൻ്റെ തൊഴിലായ മോഷണം തന്നെ തിരഞ്ഞെടുത്തു. സൈക്കിൾ മുതൽ ബോട്ടുകൾ വരെ അതിലുൾപ്പെടുമായിരുന്നു. പലപ്പോഴും പിടിക്കപ്പെടുകയും ചെയ്തുവെങ്കിലും അവൻ ജയിൽ ചാടുകയോ സമർത്ഥമായി രക്ഷപ്പെടുകയോ ചെയ്തിരുന്നു. അതിന് സാധിച്ചിരുന്നത് മാറി മാറി ഉപയോഗിച്ചിരുന്ന പല പേരുകളായിരുന്നു. മോണ്ടാനയിലെ റിംഫോം സ്കൂളിൽ ജയിൽവാസമായിരുന്നപ്പോൾ പാൻസ്രാം ജെഫ് ഡേവിസ് ആയിരുന്നു. മറ്റു ചിലയിടങ്ങളിൽ ജെഫേഴ്സൺ റോഡ്സായി. ഒറഗൺ സ്റ്റേറ്റ് പ്രിസണിൽ കടന്നപ്പോൾ പാൻസ്രാം വെറും ജെഫേഴ്സൺ ആയിരുന്നു. ബാൽഡ്രിൻ ബ്രിഡ്ജ് പോർട്ട് കണക്റ്റിക്കട്ടിലെ ജയിലിൽ ജോൺ ഒലേറിയായും ന്യൂയോർക്കിലെ സിംഗ് സിംഗ് കറക്ഷണൽ ഫെസിലിറ്റിയിൽ അവൻ ജെഫ് ബാർട്ട്വിനുമായിരുന്നു. ജയിലിലായിരുന്നപ്പോൾ അധികാരികളുമായി നിരന്തരം ഏറ്റുമുട്ടാറുണ്ടായിരുന്ന പാൻസ്രാം അവരുടെ ആജ്ഞകൾ അനുസരിക്കുവാനും തയ്യാറാകുമായിരുന്നില്ല. അതോടെ അധികാരികൾ അതിക്രൂരമായി തന്നെ അവനോട് പെരുമാറി തുടങ്ങി. അവൻ്റെ ഭീമാകാരമായ രൂപവും ജയിലിൽ വെച്ച് അനേകം കഠിന ജോലികൾ ചെയ്തതുമൂലമുണ്ടായ കായിക ശക്തിയും ഏത് ആക്രമണത്തെയും ചെറുക്കുവാൻ അവന് ശക്തി നൽകി. അതോടെ സർവനാശക ശക്തിയും കൊള്ളിവയ്പിനുള്ള ആഗ്രഹവും അവനിൽ ഏറി വരികയും ചെയ്തു. ടെക്സാസിലെ റസ്കിൽ കുറഞ്ഞൊരു കാലം തടവിൽ കഴിഞ്ഞ ശേഷം പാൻസ്രാം മെക്സിക്കോയിലെ ജുവാറഫിലേക്ക് പോയി. 1910 ഫെഡറൽ മെക്സിക്കൻ ആർമിയിൽ അവൻ പ്രവേശനം നേടാൻ ശ്രമിച്ചു. പിന്നീടൊരിക്കൽ ടെക്സാസിലെ സെൽട്രിയിലേക്ക് തീവണ്ടിയിൽ സഞ്ചരിക്കവേ എൽ പാസോയ്ക്ക് കിഴക്ക് 50-100 മൈലുകൾക്കകലെയുള്ള ഒരു ചെറു പട്ടണത്തിൽ നിന്നും അകന്നപ്പോൾ അവൻ ഒരുവനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി അയാളുടെ കയ്യിലുണ്ടായിരുന്നതെല്ലാം അപഹരിച്ചു. പിന്നീട് അയാളെ കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തി. അയാളിൽ നിന്നും അവന് $35 ലഭിച്ചു. പിന്നീട് ഒരു സൈക്കിൾ മോഷ്ടിച്ചതിന് 6 ദിവസം തടവ് ശിക്ഷ ലഭിച്ചുവെങ്കിലും 3-ാം ദിവസം തന്നെ പാൻസ്രാം രക്ഷപ്പെട്ടു പുറത്തു വന്നു. ഡള്ളാസിൽ വെച്ച് കൊള്ളയും കൊലയും പിടിച്ചുപറിയും നടത്തിയതിന് 1913 അവൻ വീണ്ടും അറസ്റ്റിലായി. 2-3 മാസങ്ങൾക്ക് ശേഷം പുറത്തിറങ്ങിയ പാൻസ്രാം അപ്പോൾ സ്വീകരിച്ചിരുന്ന പേര് ജെഫ് ഡാർവിസ് എന്നായിരുന്നു. ഐഡാഹോയിലെ ഹാരിസണിൽ വെച്ച് അറസ്റ്റ് ചെയ്ത് തടങ്കലാക്കപ്പെട്ട പാൻസ്രാം അവിടെ നിന്ന് രക്ഷപ്പെട്ടു. മൊണ്ടാനയിൽ വെച്ച് ഒരു ഭവനഭേദനത്തിന് പിടിക്കപ്പെട്ടപ്പോൾ അവൻ്റെ പേര് ജെഫേഴ്സൺ ഡോൺ എന്നായിരുന്നു. തുടർന്ന് അവനെ മൊണ്ടാനയിലെ ഡീർ ലോഡ്ജ് സ്റ്റേറ്റ് പ്രിസണിലേക്ക് അയച്ചു. എങ്കിലും 1913 നവംബർ 13 അവൻ രക്ഷപ്പെട്ടു. ഒരാഴ്ചയ്ക്കകം വീണ്ടും ജയിലിൽ അടയ്ക്കപ്പെട്ടു. 1915 ജൂൺ 1 ഒറഗണിലെ അസ്റ്റേറിയയിലെ ഒരു വീട്ടിൽ അതിക്രമിച്ച് കയറിയ പാൻസ്രാം പിടിക്കപ്പെട്ടതിനെ തുടർന്ന് 7 വർഷം തടവ് ശിക്ഷ അനുഭവിക്കേണ്ടി വന്നു. ഒറഗണിലെ ദുർഗുണ പരിഹാര പാഠശാലയിലെ ജയിലിലായിരുന്നു അക്കാലത്ത് പാൻസ്രാം കിടന്നിരുന്നത്. അവിടുത്തെ വാർഡൻ ഹാരി മിൻറ്റോ വളരെ ക്രൂരനും അന്തേവാസികളോട് ദയാദാക്ഷിണ്യമില്ലാത്തവനുമായിരുന്നു. സാധാരണ ശിക്ഷകൾക്ക് പുറമേ അയാൾ ചില കുറ്റവാളികൾക്ക് ഏകാന്ത തടവും നൽകുമായിരുന്നു. അതാകട്ടെ വിവരണാതീതമായ മാനസിക പീഡനം നൽകുന്ന ഒന്നായിരുന്നു. ഒരിക്കൽ പാൻസ്രാം അന്തേവാസികളിൽ ഒരുവനായ ഓട്ടോ ഹുക്കിനെ ജയിൽ ചാടാൻ സഹായിച്ചു. എന്നാൽ അതിനിടയിലുണ്ടായ സംഘർഷത്തിൽ വാർഡൻ കൊല്ലപ്പെട്ടു. രേഖകൾ പ്രകാരം ജയിലിൽ അക്കാലത്ത് കിടന്നിരുന്ന പാൻസ്രാമിൻ്റെ പ്രായം 30. ജനനസ്ഥലം അലബാമ. ജോലി മോഷണം. 1920 ആഗസ്റ്റിൽ പാൻസ്രാം ന്യൂ ഹേഗൻ കണക്റ്റിക്കട്ടിലെ വില്യം ഹൊവാർഡ് ടഫ്റ്റിൻ്റെ വീട്ടിൽ അതിക്രമിച്ച് കയറി ഒട്ടനവധി സാധനങ്ങൾ കൊള്ളയടിച്ചു. അതിൽ ധാരാളം സ്വർണ്ണാഭരണങ്ങളും ബോണ്ടുകളും മറ്റുമുണ്ടായിരുന്നു. അതോടൊപ്പം ടഫ്റ്റിൻ്റെ .45 പ്രഹരശേഷിയുള്ള ഒരു കൈത്തോക്കും മോഷ്ടിച്ചെടുത്തു. തുടർന്നുള്ള നാളുകളിൽ ഏതാണ്ട് 8 വർഷത്തോളം ഒരു കൊലപാതക പരമ്പര തന്നെ നടത്താൻ പാൻസ്രാമിന് കഴിഞ്ഞതിൽ ഈ തോക്ക് ഒരു പ്രധാന പങ്ക് വഹിച്ചിരുന്നു. മോഷ്ടിച്ചു കിട്ടിയ പണത്തിൽ നിന്നും ഒരു തുക കൊണ്ട് പാൻസ്രാം അക്കിസ്റ്റ എന്നു പേരുള്ള ഒരു ഉല്ലാസ ബോട്ട് വാങ്ങി. അതിലൂടെ സഞ്ചരിച്ച് ന്യൂയോർക്ക് പരിസരത്തുള്ള കപ്പൽ യാത്രക്കാരെ വശീകരിച്ചും ആകർഷിച്ചും ബോട്ടിൽ കയറ്റി യാത്ര ചെയ്തു. ബോട്ടിൽ വെച്ച് അവരെ നന്നായി മദ്യപിക്കാൻ പ്രേരിപ്പിക്കുന്ന പാൻസ്രാം പിന്നീട് അവരെ വെടിവെച്ച് കൊല്ലും. തുടർന്ന് ലോങ് ഐലൻഡിലെ എക്സിക്യൂഷൻ റോക്ക് ലൈറ്റിനരികിൽ തള്ളും. അങ്ങനെ 10 ആളുകളെ പാൻസ്രാം വശീകരിച്ച് വശപ്പെടുത്തി കൊന്നുകളഞ്ഞു. ഈ കപ്പൽ യാത്രക്കാരുടെ കൊല അവസാനിക്കാൻ കാരണം അഗസ്റ്റ അറ്റ്ലാന്റിക് സിറ്റിക്കടുത്തുള്ള മണൽത്തിട്ട ഇടിഞ്ഞ് മുങ്ങിപ്പോയതിനാലാണ്. 1920 ഒക്ടോബർ 26 പാൻസ്രാം ഭവനഭേദനം നടത്തിയതിന് പിടിയിലായി. തടവിലായെങ്കിലും 6 മാസങ്ങൾക്ക് ശേഷം ബ്രിഡ്ജ് ഫോർട്ടിലെ കണക്റ്റിക്കട്ട് ജയിലിൽ നിന്നും പുറത്തു വന്നു.
പിന്നീട് അയാൾ ഒരു കപ്പലിൽ കയറി ആഫ്രിക്കയിലേക്ക് പോയി. അവിടെ എത്തിയ പാൻസ്രാം ലുവാണ്ട പോർച്ചുഗീസ് അങ്കോളയിലിറങ്ങി. 1921 അവിടെ ഒരു ഓയിൽ റിഗിലെ ഫോർമാനായി ജോലിയിൽ പ്രവേശിച്ചു. എന്നാൽ യാതൊരു പ്രകോപനവുമില്ലാതെ അയാൾ ഒരു നാൾ ആ റിഗിന് തീ കൊളുത്തി നശിപ്പിച്ചു. അവിടെ വെച്ച് പാൻസ്രാം 11 വയസ്സുള്ള ഒരു ബാലനെ പീഡനത്തിന് ഇരയാക്കിയതിനു ശേഷം കൊന്നുകളഞ്ഞു. പിന്നീട് പാൻസ്രാം ഒരു വള്ളം വാടകയ്ക്കെടുത്ത് 6 ആൾക്കാരെയും കൂട്ടി യാത്ര തിരിച്ചു. എന്നാൽ വഴിമധ്യേ ഒരു ജർമ്മൻ ലുഗർ തോക്കുപയോഗിച്ച് അവരെല്ലാം കൊന്നുകളഞ്ഞു. പിന്നെ ശവശരീരങ്ങൾ മുതലകൾക്കെറിഞ്ഞുകൊടുത്തു. 1922 ജൂലൈ 18 പാൻസ്രാം സേലത്ത് വെച്ച് വീണ്ടും പോലീസിന്റെ പിടിയിലായി. 2 ചെറിയ കുട്ടികളെ വടികൊണ്ട് തല്ലി ചതച്ചതിനായിരുന്നു അത്. അവരിൽ ഒരുവൻ മരണപ്പെട്ടു. മറ്റവനെ കഴുത്ത് ഞെരിച്ച് കൊന്നിട്ട് ന്യൂ ഹെവന് സമീപം ഉപേക്ഷിക്കുകയും ചെയ്തു. 1923 ജൂണിൽ ന്യൂയോർക്കിലെ ന്യൂ റോച്ച്ലെയിൽ ഒരു ബോട്ടിൽ യാത്ര ചെയ്യവേ പാൻസ്രാം ഒരുവനെ ഒരു പോലീസ് ഓഫീസറിൽ നിന്നും മോഷ്ടിച്ചെടുത്ത .38 പ്രഹരശേഷിയുള്ള ഒരു തോക്ക് കൊണ്ട് വെടിവെച്ചു കൊന്നു. 1928 ആഗസ്റ്റ് 30 മേരിലാൻഡിലെ ബാത്തിൽ വെച്ച് പാൻസ്രാം അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഒരു ദന്ത ഡോക്ടറുടെ വീട്ടിൽ അതിക്രമിച്ചു കടന്ന് അവിടെ നിന്നും ഒരു റേഡിയോയും മറ്റു വിലപ്പെട്ട സാധനങ്ങളും മോഷ്ടിച്ചതിനായിരുന്നു ആ അറസ്റ്റ്. പിന്നീട് ഒരു വേള കുമ്പസാരം നടത്തിയ പാൻസ്രാം സേലത്ത് വെച്ച് താൻ 3 ചെറുപ്പക്കാരെയും, കണക്റ്റിക്കട്ടിൽ വെച്ച് ഒരാളെയും, ഫിലാഡൽഫിയയിൽ വെച്ച് മറ്റൊരുവിനെയും, അലക്സാണ്ടർ ലൂക്കോസ് എന്ന ഒരു 14 വയസ്സുകാരനെയും കൊന്നുകളഞ്ഞ കാര്യം സമ്മതിക്കുകയുണ്ടായി. എന്നുതന്നെയല്ല, ആളുകളെ കൂട്ടത്തോടെ കൊല്ലാനുള്ള ചില പദ്ധതികളെക്കുറിച്ച് താൻ സുചിന്തിതമായി ആലോചിക്കുന്നുണ്ടായിരുന്നുവെന്നും വെളിപ്പെടുത്തി. അതിൽ പട്ടണത്തിലെ കുടിവെള്ള ടാങ്കിൽ വിഷം കലർത്തുന്നതും ആൾക്കൂട്ട കൊലയും ഉൾപ്പെട്ടിരുന്നു. പാൻസ്രാമിന് ഒടുവിൽ 25 വർഷത്തെ തടവ് ശിക്ഷ ലഭിച്ചു. ലെവൻവർത്ത് ഫെഡറൽ പെനിറ്റൻഷ്യറിയിൽ പ്രവേശിക്കപ്പെട്ട പാൻസ്രാം ഒടുവിൽ ജയിലിൽ വന്നപ്പോൾ പേര് പോലുമില്ലാത്ത വെറും നമ്പർ 3161-4 മാത്രമായിരുന്നു. തന്നെ ശല്യപ്പെടുത്തിയിരുന്ന ഏവനെയും താൻ കൊന്നുകളയും എന്ന് അയാൾ ജയിൽ വാർഡന് മുന്നറിയിപ്പ് നൽകി. ഏകാന്തമായ ഒരു മുറിയിൽ അലക്ക് ജോലിയാണ് അയാൾക്ക് ലഭിച്ച പണി. 1929 ജൂൺ 20 അയാൾ ജയിലിലെ അലക്കുകാരനായ റോബർട്ട് വാർണുക്കിനെ ഒരു ഇരുമ്പ് ദണ്ടുകൊണ്ടടിച്ച് മൃതപ്രായനാക്കി. അതിനും പാൻസ്രാമിന് തടവ് ശിക്ഷ തന്നെ കിട്ടി. ഒടുവിൽ കേസെല്ലാം കേട്ടുകഴിഞ്ഞ ന്യായാധിപൻ പറഞ്ഞു, ഇയാൾ ജീവിച്ചിരിക്കുന്നത് ദൗർഭാഗ്യകരമാണ്. തുടർന്ന് അദ്ദേഹം അയാൾക്ക് വധശിക്ഷ വിധിച്ചു. അപ്പോൾ പാൻസ്രാമിന് പ്രായം 38 വയസ്സായിരുന്നു. എന്നാൽ അയാൾ അപ്പീലൊന്നും നൽകാൻ കൂട്ടാക്കിയില്ല. മരണശിക്ഷയിൽ നിന്നും ഒഴിവാക്കാനായി ഭ്രാന്തനായിരുന്നുവെന്ന് വാദിക്കാമെന്നും അപേക്ഷ നൽകാമെന്നുമുള്ള മനുഷ്യാവകാശ കമ്മീഷനെ പോലുള്ള ചില പ്രവർത്തകർ നിർദ്ദേശവുമായി വന്നുവെങ്കിലും പാൻസ്രാം അതിന് വഴങ്ങിയില്ല. എനിക്ക് വേണ്ടി സന്മനസ് കാണിക്കുന്ന നിങ്ങളോടെല്ലാം എനിക്കൊരാഗ്രഹമേ പറയാനുള്ളൂ. ഒരു കഴുത്ത്, അതിൽ എൻ്റെ കൈകൾ അമർന്നിരിക്കുകയും വേണം. ജയിലിൽ പാൻസ്രാമിന് ഒരു ഓഫീസർ സുഹൃത്തായുണ്ടായിരുന്നു, ഹെൻറി ലെസർ. അദ്ദേഹം അവന് സിഗരറ്റും എഴുതാനുള്ള കടലാസുകളും പേനകളും മറ്റും നൽകി. അതിൽ പാൻസ്രാം സുദീർഘമായ തൻ്റെ അനുഭവങ്ങൾ കുറിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് അയാൾ നടത്തിയിരുന്ന ഒട്ടുമിക്ക കൊലപാതകങ്ങളെക്കുറിച്ചും കൊള്ളകളെക്കുറിച്ചും മറ്റും പുറംലോകമറിഞ്ഞത്. എൻ്റെ ജീവിതകാലത്ത് ഞാൻ 21 മനുഷ്യജീവികളെ കൊന്നിട്ടുണ്ട്. ഞാൻ ആയിരക്കണക്കിന് ഭവനഭേദനം നടത്തിയിട്ടുണ്ട്, കൊള്ളകൾ നടത്തിയിട്ടുണ്ട്. എന്നാൽ എനിക്കതിലൊന്നും യാതൊരു പശ്ചാത്താപവും തോന്നുന്നില്ല, അയാൾ തുറന്നു പറഞ്ഞു. പാൻസ്രാമിനെ 1930 സെപ്റ്റംബർ 5 തൂക്കിക്കൊന്നു. അപ്പോഴാണ് കോപാകുലനായി തികച്ചും ധാർഷ്ട്യത്തോടെ അയാൾ തുടക്കത്തിൽ സൂചിപ്പിച്ച വാചകങ്ങൾ പറഞ്ഞത്. പാൻസ്രാമിനെ ലെവൻവർത്തിലെ പെൻറ്റൻഷറിയിലെ ശ്മശാനത്തിലാണ് അടക്കിയത്. നിരവധി പേരുകളുണ്ടായിരുന്ന ആ മനുഷ്യന് ആ കല്ലറയ്ക്ക് മേൽ ഒരു പേര് പോലും എഴുതി വയ്ക്കാനുണ്ടായിരുന്നില്ല. എവിടെ അടക്കിയെന്നുള്ളതിൻ്റെ അടയാളമായി ആകെ കാണാനുള്ളത് ജയിലിൽ അയാൾക്കുണ്ടായിരുന്ന ആ നമ്പറായ 3161-4 മാത്രം. എങ്കിലും പാൻസ്രാമിൻ്റെ ചില വാക്കുകൾ മനുഷ്യനുള്ളിടത്തോളം കാലം നിലനിൽക്കും. ഉദാഹരണമായി, ഇന്ന് ഞാൻ പൊടി പറ്റിയ അഴുക്കാണ്, നാളെ ഞാൻ വെറും പൊടി മാത്രം. എനിക്ക് യാതൊരു വിധത്തിലും പരിവർത്തനം ചെയ്യണമെന്ന ആഗ്രഹമില്ല. ഞാൻ യുദ്ധത്തിലോ ദൈവത്തിലോ പിശാചിലോ വിശ്വസിക്കുന്നില്ല. 1938 കാൾ മിനിസർ പാൻസ്രാമിനെക്കുറിച്ച് എഴുതിയ മാൻ എഗെയിൻസ്റ്റ് ഹിംസെൽഫ് എന്ന പേരിലുള്ള ഒരു പുസ്തകം പുറത്തു വന്നു. പാൻസ്രാമിൻ്റെ ആത്മകഥാപരമായ കയ്യെഴുത്ത് പ്രതി അയാളുടെ മരണശേഷം കൊലയാളി കൊലപാതകത്തിൻ്റെ നാൾ വഴി, കില്ലർ എ ജേണൽ ഓഫ് മർഡർ എന്ന പേരിൽ ജോൺ സ്മിത്ത് എന്ന തൂലികാനാമത്തിൽ പ്രസിദ്ധപ്പെടുത്തുകയുണ്ടായി. 1996
പാൻസ്രാമിൻ്റെ ഈ ആത്മകഥ അടിസ്ഥാനമാക്കി ഒരു നാടക സിനിമയും അതേ പേരിൽ തന്നെ പുറത്തു വന്നു. അത് തിരക്കഥ എഴുതി സംവിധാനം ചെയ്തത് ടിം മെറ്റ് കാൾഫ് ആയിരുന്നു. എനിക്ക് ഈ ശരീരത്തിൽ നിന്നും പുറത്തു കടക്കണം, എനിക്ക് ഈ ജീവിതത്തിൽ നിന്ന് പുറത്തു കടക്കണം. കഴുത്തിൽ കുരുക്ക് മുറുകുന്നതിന് തൊട്ടു മുൻപ് പാൻസ്രാമിൻ്റെ വായിൽ നിന്നുതിർന്ന വാക്കുകളാണിവ. എന്തായിരിക്കാം അയാൾ ജീവിതം ഇത്രമാത്രം വെറുക്കാൻ കാരണം? തനിക്ക് ചെറുപ്പത്തിൽ നേരിടേണ്ടി വന്ന അപമാനത്തിൻ്റെയും തിക്താനുഭവത്തിൻ്റെയും പ്രതികാരമായിരിക്കുമോ ആവോ? അടുത്ത കഥ മറ്റൊരു സീരിയൽ കില്ലറുടെ.